വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണ്. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം? കവിതയിൽ പ്രതീക്ഷയെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ: Hope is compared to a bird with feathers. തൂവലുകളുള്ള ഒരു പക്ഷിയോടാണ് പ്രതീക്ഷയെ ഉപമിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what do you think the poet means by the words hope perches in the soul? പ്രതീക്ഷ ആത്മാവിൽ വസിക്കുന്നുവെന്ന വാക്കുകൾ കൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നത്? ആൻസർ: it means that hope lives inside a person's heart or mind, quietly giving them strength and comfort. പ്രതീക്ഷ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലോ മനസ്സിലോ ആണ് വസിക്കുന്നത്. നിശബ്ദമായി അവർക്ക് ശക്തിയും ആശ്വാസവും നൽകുന്നുവെന്നാണ് ഇതിനർത്ഥം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് ദാറ്റ് ദ ബേർഡ് സിങ്സ്? പക്ഷി പാടുന്ന പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻസർ: ദ സോങ് ഈസ് വേർഡ്ലെസ് ബട്ട് സ്വീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഇറ്റ് ബ്രിങ്സ് കംഫർട്ട് ഈവൻ ഡ്യൂറിങ് ഹാർഡ് ടൈംസ്. പാട്ട് വരികളില്ലെങ്കിലും മധുരവും തുടർച്ചയുള്ളതുമാണ്. പ്രയാസകരമായ സമയങ്ങളിൽ പോലും അത് ആശ്വാസം നൽകുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, how is the bird song heard in the gale? കൊടുങ്കാറ്റിൽ പക്ഷിയുടെ പാട്ട് എങ്ങനെയാണ് കേൾക്കുന്നത്? ഗെയിൽ എന്നാൽ കൊടുങ്കാറ്റ്. ആൻസർ: the bird song is heard most clearly in the storm, meaning hope shines brightest during difficulties. കൊടുങ്കാറ്റിൽ പക്ഷിയുടെ പാട്ട് വ്യക്തമായി കേൾക്കുന്നു, അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷ ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, where has the poet heard the bird song? കവി പക്ഷിയുടെ പാട്ട് എവിടെയാണ് കേട്ടത്? ആൻസർ: the poet has heard it in the coolest lands and on the strangest seas, place of hardship and isolation. ഏറ്റവും തണുത്ത പ്രദേശങ്ങളിലും, കൂളസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തണുത്ത പ്രദേശം, പിന്നെ ഏറ്റവും വിചിത്രമായ കടലുകളിലും, സ്ട്രേഞ്ചസ്റ്റ് സീ. ഏറ്റവും തണുത്ത പ്രദേശങ്ങളിലും ഏറ്റവും വിചിത്രമായ കടലുകളിലും കഷ്ടപ്പാടുകളുടെയും ഒറ്റപ്പെടലിൻ്റെയും സ്ഥലങ്ങളിൽ കവി അത് കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഡാർക്കസ്റ്റ് ഫേസിലും കവി എന്ത് കേട്ടിട്ടുണ്ട്? ഈ ഒരു പ്രതീക്ഷയുടെ ഗാനം കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പ്രതീക്ഷ എന്താ? ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് സ്ട്രേഞ്ചസ്റ്റ് സീ റെപ്രസെൻറ്റ്? ഏറ്റവും തണുത്ത ഭൂമിയും വിചിത്രമായ കടലും എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ആൻസർ: they represent difficult and unfamiliar situations in life where hope still survives. അവ ജീവിതത്തിലെ പ്രയാസകരവും അപരിചിതവുമായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു.